ഹേയ് നമസ്കാരം. ഞാൻ സുന്ദരേശൻ. ഞാനൊരു മന്ത്രവാദിയാണ്. പക്ഷേ എനിക്ക് ഈ കഥ പറയാൻ വളരെ ഇഷ്ടം. ഇവിടെ ഈ പാന്തിയോണ വനത്തിൽ ഈ കഥ പറയാൻ ആരുമില്ല. ഞാനിവിടെ ഒറ്റക്ക. ഞാനിവിടെ ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നിങ്ങളെ കണ്ടത്. ഏതായാലും നിങ്ങൾ വന്നില്ലേ, ഇനി എൻ്റെ കഥയും കേട്ടിട്ട് പോയിക്കോ. അല്ല, നിങ്ങൾ വന്ന കാലം നിൽക്കാതെ ഇരിക്കി. ആ, ഇനി നമുക്ക് കഥ തുടങ്ങാം. നമ്മുടെ ഈ കഥ നടക്കുന്നത് സബേരിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ ഒരു മരം വെട്ടുകാരനുണ്ട്. പേര് സാമുവൽ ജോസഫ്. നാട്ടിൽ നിന്നും കുറച്ച് വിട്ട് കാടുമായി ചേർന്നൊരു സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. ആൾക്കൊരു ഭാര്യയുമുണ്ട്. അവർ രണ്ടുപേരും മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ആ ദമ്പതികൾ നാട്ടിൽ നിന്നും മാറി താമസിക്കുന്നതിനൊരു വ്യക്തമായ കാരണമുണ്ടായിരുന്നു. ആ ദമ്പതികളുടെ ഏറ്റവും വലിയ വിഷമം, കുട്ടികളില്ലാത്ത വിഷമം, ആ ദമ്പതികളെ ഭീകരമായ രീതിയിൽ വേട്ടയാടിയിരുന്നു. മറ്റുള്ളവരുടെ ഓരോരോ ചോദ്യങ്ങളും അതിനുത്തരം കൊടുക്കുമ്പോൾ അവരുടെ ദയയോടുകൂടിയുള്ള നോട്ടവും ആ ദമ്പതികളെ വളരെ മാനസികമായി തളർത്തിയിരുന്നു. പ്രത്യേകിച്ചും ഭാര്യ ആഞ്ചലീനയെ. ഒരു ദിവസം പതിവ് പോലെ സാമുവൽ ജോലിക്ക് പോകാൻ ഇറങ്ങി. തൻ്റെ കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് കാടിനുള്ളിലേക്ക് പോയി. കാടിനുള്ളിലൂടെ തൻ്റെ കാറിൽ സഞ്ചരിക്കുമ്പോൾ എന്തോ ഒരു വ്യത്യസ്തമായ ശബ്ദം കേട്ടു. അദ്ദേഹം കാറ് നിർത്തി വണ്ടി ഓഫ് ചെയ്തു. വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി കാതോർത്തു. പെട്ടെന്ന് അയാളിൽ ഭയമാണ് ഉണ്ടായത്. അതെ, അതൊരു കുഞ്ഞിൻ്റെ കരച്ചിലാണ്. പെട്ടെന്ന് അയാളിൽ ഒരു ചോദ്യമുണർന്നു. ഈ കൊടുംകാട്ടിൽ ആരാണ് ഈ കുഞ്ഞുമായി വന്നത്? അദ്ദേഹം അല്പം ഭയത്തോടെയാണെങ്കിലും ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി. ശബ്ദത്തോടടുക്കും തോറും ഭീതി കൂടിക്കൂടി വന്നു. പെട്ടെന്നാണ് അദ്ദേഹം ആ കാഴ്ച കണ്ടത്. ഒരു മരത്തിനടിയിൽ നിന്ന് ഒരു കുഞ്ഞ് കരയുന്നു. ചുറ്റിലും എവിടെയും ആരെയും കാണുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയുന്നുണ്ടായിരുന്നില്ല. 3 മണിക്കൂറോളം അദ്ദേഹം ആ കുഞ്ഞിൻ്റെ അരികിൽ കാവലിരുന്നു. ആരും വരാതായപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന്. അങ്ങനെ കുഞ്ഞുമായി അദ്ദേഹം വീട്ടിലെത്തി. കുഞ്ഞിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വിവരം തിരക്കി. അദ്ദേഹം നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. അയാൾക്കൊരു കാര്യം ഉറപ്പായിരുന്നു, കുഞ്ഞിനെയും തിരിഞ്ഞ് അയാളുടെ അടുത്തേക്ക് ആരും വരാൻ പോകുന്നില്ല. അവസാനം ആ ദമ്പതികൾ ആ തീരുമാനമെടുത്തു. കുഞ്ഞിനെ തങ്ങൾ വളർത്തും. അവരാ കുഞ്ഞിനെ വളർത്താൻ ആരംഭിച്ചു. അവരാ കുഞ്ഞിനൊരു പേരും നൽകി.